ഹായ്, എല്ലാവർക്കും മലയാളി കപ്പിൾസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഐസ്ക്രീമാണ്. ഐസ്ക്രീം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇത് ഞങ്ങൾ ഒരു 6 അല്ലെങ്കിൽ 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് നല്ല ഹൈലിട്ട് തണുപ്പിച്ചെടുത്ത് നമ്മളുണ്ടാക്കിയ ഐസ്ക്രീം ഇതാണ്. ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാവരും വെള്ളം വെച്ചോണ്ടിരിക്കുക, പെട്ടെന്ന് പറഞ്ഞോണ്ട്. അപ്പൊ ഞാനിത് വെച്ച് കൈ വെച്ച് ഇങ്ങനെ കൊതിപ്പിക്കുകയാണ്. അടിപൊളിയായിട്ടുമാണ്. നിങ്ങൾ ഇതെല്ലാം വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഇതിന്റെ റെസിപ്പി എന്തുവാന്നുള്ളത് നിങ്ങൾ പോയി കണ്ടു നോക്കുക. വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പിയിലോട്ട് നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക്, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകും. പൊടിയും പാലും മാത്രം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഐസ്ക്രീം. നമ്മളിപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് അത് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു വിധം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടുന്ന 1/2 ലിറ്റർ പാൽ ഇവിടെ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടുന്ന 1 കപ്പ് അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചുള്ള പഞ്ചസാര ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര അലിഞ്ഞ് പാലൊന്ന് തിളച്ച് വരുന്ന ടൈമിൽ പാലൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ലച്ചോടെ ഇതിന് വേണ്ടുന്ന മിക്സ് ചെയ്യേണ്ട ഐറ്റംസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്നിട്ട് അതിങ്ങോട്ട് മിക്സ് ചെയ്യും. ആദ്യം തന്നെ ഐസ്ക്രീമിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് 1-2 പീസ് ബീറ്റ്റൂട്ട് എടുത്തിട്ട് അതോട് കുറച്ച് പാല്, കളർ കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് പാലെടുത്തിട്ട് ഒന്ന് തിളപ്പിക്കാം. നിങ്ങളുടെ കയ്യിൽ നല്ല റോസ് വാട്ടർ, നല്ല തിക്കായിട്ടുള്ള റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇതിന് ഇപ്പോൾ ബീറ്റ്റൂട്ടിൻ്റെ ചെറിയൊരു ഇത് ചേർത്തെന്ന് പറഞ്ഞുകൊണ്ട് രുചിക്കൊന്നും ബീറ്റ്റൂട്ടിൻ്റെ രുചിയൊന്നും ഒട്ടും തോന്നത്തില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ, തിക്കായിട്ടുള്ള റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇപ്പം എൻ്റെ അത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ചെറിയൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. എൻ്റെ പാല് നല്ലപോലെ ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇച്ചിരിയും പാലേ ഞാൻ എടുത്തിട്ടുള്ളൂ. നമ്മൾ ആദ്യം 1/2 ലിറ്റർ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മളിപ്പോൾ കുറച്ച് പാൽ, അതിൽ നിന്ന് 1/2 ലിറ്റർ പാലിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തോട്ട് നമ്മൾ ഗോതമ്പ് പൊടി മിക്സ് ചെയ്യാൻ പോവാണ്. ഇത് ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കട്ട പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിനകത്തോട്ട് ഇടാത്തത്. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതുമായിട്ട് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ ഗോതമ്പ് പൊടിയുടെ മിക്സ് ഇതിലോട്ട് ചേർക്കാം. അതിനുശേഷം നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ മിക്സ് നമുക്ക് പാലിൽ മിക്സ് ചെയ്താണത്. നമുക്ക് കളറിന് വേണ്ടിയാണ് നമുക്ക് ചേർക്കാം. തീ കുറച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുറുകി കിട്ടുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്യണം. ഇപ്പം എന്താണ്ട് ഈ ഒരു പരുവത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലേക്ക് വാനില എസൻസ് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം കോൺഫ്ലോറോ അരിപ്പൊടിയോ ചേർക്കാവുന്നതാണ്. ഇത് പാലൊന്ന് തിളച്ച് കഴിഞ്ഞ് ലോ ഫ്ലെയിമിൽ വെച്ചാണ് നമ്മളിത് കുറുക്കി എടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ ഈ ഒരു പരുവത്തിന് കുറുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ഇതിനി കുറച്ച് നേരം നമുക്ക് ഇനി തണുക്കാൻ വെക്കാം. തണുക്കാൻ വേണ്ടി എടുത്തു വെച്ചത് ഇതുകൊണ്ട് ഈ പരുവത്തിന് തണുത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു കുറുകി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിൽ ബട്ടർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് 1 സ്പൂണ് ബട്ടർ എടുക്കുക. നമുക്ക് മിക്സിയിലോട്ട് ജാറിലോട്ട് ഇട്ടിട്ട് മിക്സിയിലോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ ബട്ടർ മിക്സ് ചെയ്തത് ജാറിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കിത് അല്ലാതെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ
ബട്ടറിന് നമുക്ക് നല്ല വിലയൊക്കെ കൊടുത്ത് വാങ്ങിക്കേണ്ടി വരും. അപ്പം ബട്ടർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിൻ്റെ റെസിപ്പി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കയറി നോക്കിയാൽ എങ്ങനെ ബട്ടർ ഉണ്ടാക്കാം എന്നുകൂടി നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഐസ്ക്രീം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി ഫ്രീസറിലോട്ട് വെക്കാം. ജാറ് മിക്സ് ചെയ്തതിന് ശേഷം അപ്പോൾ ഇതുപോലൊരു കപ്പ് എടുക്കുക. ഈ കപ്പിലേക്ക് നമുക്കൊരു പ്ലാസ്റ്റിക് പേപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് വേണം. നമ്മുടെ വീട്ടിലൊക്കെ കാണത്തില്ലേ, ജസ്റ്റ് ഷിമ്മി കവർ എന്നൊക്കെ പറയത്തില്ല, പൈസ കവറൊക്കെ, ആ കവർ ഉണ്ടെങ്കിൽ അത് കീറിയിട്ട് വെച്ചാലും മതി. എന്നിട്ട് വേണം നമ്മൾ ഈ അടപ്പിട്ടിട്ട് അടയ്ക്കാൻ. നമുക്ക് എക്സ്ട്രാ വന്നതൊന്ന് കട്ട് ചെയ്ത് കളയാം. നമുക്കിതൊന്ന് ഫ്രീസറിൽ വെക്കാം. ഫ്രീസറിൽ വെക്കുമ്പോൾ എപ്പോഴും നല്ലപോലെ കൂട്ടിയിട്ടിട്ട് വേണം ഫ്രീസറിനകത്ത് വെക്കാൻ, ഐസ്ക്രീം എപ്പോൾ വെച്ചാലും. അതേപോലെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവർ വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഐസിങ് മണ്ടയ്ക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു 2 മണിക്കൂറത്തേക്ക് നമ്മൾ ഫ്രീസറിനകത്ത് വെക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് ഇതൊന്നുകൂടെ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഒത്തിരി നേരം മിക്സിയിലിട്ട് കറക്കണ്ട, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരൊറ്റ റൗണ്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി. നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും അതേ പാത്രത്തിൽ തന്നെ ഒരു 8 മണിക്കൂർ മിനിമം വെക്കണം, എന്നെങ്കിൽ അത് കട്ടയാവത്തുള്ളൂ. ഇപ്പോൾ കുറച്ചൊരു കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒക്കെ ഒരു കൺസിസ്റ്റൻസി മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മളിത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും അതേ ടിന്നിലാക്കിയിട്ട് ഇനി ഒരു 8 മണിക്കൂറോളം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് അല്ലെങ്കിൽ 8 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് ഹൈയിലിട്ട് തണുപ്പിച്ചെടുത്തതാണ്. ഇതെങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ഇപ്പോൾ ഒന്ന് നോക്കാം. മതി. ഐസ്ക്രീം ഇതാണ്, ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാവരും വെള്ളം വെച്ചോണ്ടിരിക്കുക, പെട്ടെന്ന് പറഞ്ഞോണ്ട്. അപ്പൊ ഞാനിത് വെച്ച് കൈ വെച്ച് ഇങ്ങനെ കൊതിപ്പിക്കുകയാണ്. അടിപൊളി ഐറ്റമാണ്. നിങ്ങൾ ഇതെല്ലാം വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യണം. അപ്പം എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് പുതിയ വീഡിയോകൾ ചെക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ. അപ്പം ബൈ.